ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സൈഡിൽ കാണുന്ന ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടൗട്ട് ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാന്ന് നോക്കാം. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബീറ്റ് മാർക്ക് വരുന്ന ഭാഗത്തുള്ള ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതേപോലെ വരുന്ന ക്ലിപ്പുകളിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടി ആദ്യം ഈ ഒരു ചെറിയ വീഡിയോസ് വരുന്നതിന് മുമ്പുള്ള ഈ ഒരു വലിയ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വലിയ വീഡിയോയ്ക്ക് നമുക്കൊരു ചെറിയൊരു എഫക്റ്റ് കൊടുക്കണം. അതിനെ ആ ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങൾ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. ശേഷം അതിന്റെ എൻഡിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ അതിന്റെ എൻഡിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ താഴെ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് നിങ്ങൾ ഈ ഒരു ഫിൽട്ടർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഈ ഒരു അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യും. പക്ഷെ അവിടുന്ന് ഈ ഒരു സാച്ചുറേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കും. പക്ഷെ ടിക്ക് മാർക്ക് കൊടുക്കുക. പക്ഷെ രണ്ട് കീയുടെ ഇടയിൽ വന്നിട്ട് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യും. ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തതിനു ശേഷം അതിനകത്ത് രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്ത് എഡിറ്റ് കൊടുക്കും. എഡിറ്റ് കൊടുത്തതിന് ശേഷം സെന്റർ വന്നതിന് ശേഷം ഒരു ബീറ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ വെക്കുന്ന പോലെ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ്, ഇതേപോലത്തെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ചെറിയ ക്ലിപ്പിലാണ് നമുക്ക് ആ ഒരു കട്ടൗട്ട് ട്രാൻസിഷൻ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് കൊടുക്കേണ്ടത്. അതിനെ ഇതേപോലെ നിങ്ങൾ രണ്ട് വിരലുകൊണ്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ചെറുതായിട്ട് എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സൂം ചെയ്യുക. സൂം ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരു ചെറിയ ക്ലിപ്പ് കൂടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഫ്രീസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ അതൊരു ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ശേഷം താഴെ വീണ്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ അത് താഴെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമ്മൾ നേരത്തെ ഒരു എഫക്റ്റ് കൊടുത്ത വീഡിയോയുടെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ആ ഫ്രീസ് ചെയ്ത വീഡിയോയില് ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് വെച്ച് ഇതാ കട്ട് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് സ്പ്ലിറ്റ് കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഫാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം ഈ ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്യും. അപ്പൊ താഴെ നിങ്ങൾക്ക് കട്ട് ഔട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ശേഷം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങൾ ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ എൻഡിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഏത് സൈഡിൽ നിന്നാണ് വേണ്ട ആ ഒരു സൈഡ് ഇതേപോലെ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ആ ഒരു ബീറ്റ് മാർക്കിന്റെ സെന്ററിലും വന്നിട്ട് ഈ ഒരു ബാക്ക് വന്നതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഗ്രാഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഗ്രാഫ് സെലക്ട് ചെയ്ത് അതിനകത്ത് രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് കൊടുക്കും. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു സെന്റർ വന്നതിന് ശേഷം ആഡ് ബീറ്റ് കൊടുത്ത് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു ഗ്രാഫ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഗ്രാഫ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്രാഫാണ് കൊടുക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രണ്ടാമത്തെ ചെറിയ വീഡിയോ ക്ലിപ്പില്ലേ, ആ രണ്ടാമത്തെ ചെറിയ വീഡിയോ ക്ലിപ്പ് അവിടെ സെലക്ട് ചെയ്യും. അതും ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ഓവർലേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓവർലേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യും. അപ്പൊ താഴെ വരുന്നതായിരിക്കും. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ആ ഒരു നേരത്തെ നമ്മൾ ഫ്രീസ് ചെയ്ത് അതിന് മുമ്പുള്ള, ഇപ്പൊ നമ്മൾ ഫ്രീസ് ചെയ്തില്ലേ, അതിന് മുമ്പുള്ള ഒരു വീഡിയോയുടെ ഇതേപോലെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കും. ശേഷം നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കിയുള്ള ഫാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കട്ട് ഔട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കട്ട് ഔട്ട് സെലക്ട് ചെയ്യും. ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും. ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻഡിലും ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡിൽ കീ ആഡ് ചെയ്തതിന് സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വേണ്ടത്. ആദ്യത്തെ ഇമേജ് നമ്മൾ താഴോട്ടല്ലേ കൊടുത്ത്, എനിക്ക് ഇനി ഈ ഒരു സൈഡിൽ നിന്നാണ് വേണ്ടത്. ഈ ഒരു സൈഡിലോട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഈ ഒരു സൈഡിലോട്ട് ഈ ഒരു രീതിയിൽ കൊടുത്തതിന് ശേഷം രണ്ട് കീയുടെ ഇടയിൽ വന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഏറ്റവും അവസാനം ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത തന്നെ രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഗ്രാഫ് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിന്റെ സെന്റർ വന്നതിന് ശേഷം ആഡ് ബീറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ അവിടെയും ആ ട്രാൻസിഷൻ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ തന്നെ എല്ലാ ചെറിയ വീഡിയോ ക്ലിപ്പിലും ചെയ്ത് കൊടുക്കുക. ആ ഇമേജ് വരുന്ന ഒരു സൈഡ് മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഒരു വീഡിയോയിലും കൂടെ ഞാൻ കാണിച്ചു തരാം.
പക്ഷെ ആ ഒരു മൂന്നാമത്തെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഫ്രീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഫ്രീസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇതിന് താഴെ വീണ്ടും നിങ്ങൾക്ക് ഓവർലേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഓവർലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. പക്ഷെ ആ ഒരു ഇമേജ് ഇതേപോലെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇതേപോലെ അതിന്റെ സെൻട്രലായിട്ട് വരുന്ന പോലെ ഈ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്രീസ് ചെയ്ത ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഫയൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ഇപ്പൊ താഴെ നിങ്ങൾക്ക് കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു കട്ടൗട്ട് സെലക്ട് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ഈ ഒരു ഇമേജിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ എൻഡിലായിട്ടും നിങ്ങൾ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം അത് ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ നേരത്തെ താഴോട്ടായിരുന്നു വെച്ചോ, പിന്നെ രണ്ടാമത്തെ ഈ സൈഡിലോട്ടും, ഇനി നമുക്ക് ഈ ഒരു മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലോട്ട് വെച്ചു കൊടുക്കുക. ഇതേപോലെ ഈ ഒരു സൈഡിലോട്ട് വെച്ചു കൊടുക്കുക. ഇതേപോലെ ഓരോ സൈഡിലായിട്ട് നിങ്ങൾ വെച്ചു കൊടുത്താൽ മാത്രം മതി. ശേഷം രണ്ട് കീയുടെ ഇടയിൽ വന്ന് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഗ്രാഫ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ശേഷം എഡിറ്റ് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്രാഫാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫ് കൊടുക്കുക. ഈ ഒരു ആഡ് ബീറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ വെക്കുന്ന പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. പക്ഷെ അവിടെയും ആ ഒരു എഫക്റ്റ് ആഡ് ആവുന്നിരിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് എത്ര ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ടോ അവിടെ എല്ലാം ചെയ്ത് കൊടുക്കുക. നിങ്ങൾ രണ്ട് കൊണ്ട് ഇതേപോലെ സൂം ഔട്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫാസ്റ്റ് ആയിട്ട് വരുന്ന ട്രാൻസിഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ വീഡിയോസിലും ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൂം ഇൻ ട്രാൻസിഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഈ ഒരു 4 വീഡിയോസിനാണ് ഈ ഒരു ട്രാൻസിഷൻ കൊടുക്കുന്നത്. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ അവിടെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അവസാനം ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വീഡിയോയുടെ തന്നെ അവസാനം ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അവസാനത്തെ കീയിൽ വന്നതിന് ശേഷം ഈ ഒരു രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് കീയുടെ ഇടയിൽ വരിക. എന്നതിന് ശേഷം ലാസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഒരു ഗ്രാഫാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫ് സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ വീഡിയോക്കാണ് ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നത് ആ ഒരു വീഡിയോക്ക് എല്ലാം ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോ സെലക്ട് ചെയ്തു. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ അവസാനവും ഇതേപോലെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം ഒരു കീ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. പക്ഷെ രണ്ട് കീയുടെ ഇടയിൽ വന്ന ആ ഒരു ഗ്രാഫ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പക്ഷെ അതിൽ രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു വീഡിയോയിലും ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് വീഡിയോ ക്ലിപ്പിന്റെ എൻഡിലായിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഈ ഒരു രീതിയിൽ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ആ രണ്ട് കീയുടെ ഇടയിൽ വന്ന് ലാസ്റ്റ് ആയ ഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ശേഷം രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനത്തെ ഞാൻ കൊടുക്കുന്ന ഈ ഒരു 4ാമത്തെ വീഡിയോ ക്ലിപ്പിനും ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ എൻഡിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുത്തു. ഈ രണ്ട് കീയുടെ ഇടയിൽ വന്ന ഗ്രാഫ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ രണ്ടാമത്തെ ഗ്രാഫ് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തു. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ സ്മൂത്ത് സൂമിൻ ട്രാൻസിഷൻ ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലിപ്പിലും ഇതേപോലെ ചെയ്തു കൊടുക്കും. പക്ഷെ ഓരോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗത്ത് ഒരു ഇത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാമറയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു പുൾ ഇന്ന് സെലക്ട് ചെയ്യും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വീഡിയോയുടെ സ്റ്റാർട്ടിങ് വന്നതിന് ശേഷം അവിടുന്ന് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പുള്ളിന് സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ ഒരു 4 വീഡിയോയ്ക്കും അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറ സെലക്ട് ചെയ്ത് ആ ഒരു പുള്ളിന് സെലക്ട് ചെയ്തതിനു ശേഷം ടിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ അവസാനത്തെ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിന് ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ഒരു ക്യാമറ സെലക്ട് ചെയ്ത് ആ ഒരു പുള്ളിന് സെലക്ട് ചെയ്തതിനു ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.